കാഡെക്സിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഓട്ടോകാഡ് ട്യൂട്ടോറിയൽ സീരീസിലെ 18ാമത്തെ വീഡിയോ ആണിത്. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് വരാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കഴിഞ്ഞ ദിവസം വരച്ച എലിവേഷന്റെ ബാക്കിയാണ്. സോ നമുക്ക് നോക്കാം. ഇവിടെ വിൻഡോ ആണ് നമുക്ക് അടുത്തതായിട്ട് വരക്കാനുള്ളത്. അതിനുവേണ്ടി RAY അഥവാ റേ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തു. ഈ വിൻഡോയുടെ രണ്ട് ഭാഗത്തും ഇങ്ങനെ ലൈൻ പ്രൊജക്റ്റ് ചെയ്യാം. ഇവിടെയും ഇങ്ങനെ പ്രൊജക്റ്റ് ചെയ്യാം. ഓക്കെ, ദെൻ എലിവേഷൻ സൈഡിലേക്ക് വരുമ്പം ഈ ഭാഗം പ്ലിന്ത് ലെവൽ ആണല്ലോ. പ്ലിന്ത് ലെവലിൽ നിന്നും വിൻഡോയുടെ അടിഭാഗത്തേക്കുള്ള അളവ്, അടിഭാഗം എന്ന് പറയുമ്പോൾ സിൽ ലെവൽ ആണ്. വിൻഡോയുടെ അടിഭാഗം സിൽ ലെവൽ നമ്മൾ പറയുന്നു. അപ്പോൾ പ്ലിന്ത് ലെവലിൽ നിന്നും സിൽ ലെവലിലേക്കുള്ള അളവ് എന്ന് പറയുന്നത് 60 സെന്റിമീറ്റർ ആണ് നോർമലി നമ്മൾ കൊടുക്കാറ്. ഓഫ്സെറ്റ് ചെയ്യുക, 60 എന്ന് കൊടുക്കുക. 60 കൊടുത്തു. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 150. വിൻഡോയുടെ ഹൈറ്റ് എത്രയാണ്? 150 ആണ്. ഒന്ന് അളന്ന് നോക്കിയാൽ മനസ്സിലാവും. 150. അപ്പൊ 3 പാളി വിൻഡോ, നീളം 150, ഹൈറ്റും 150. പ്ലാനിലാണ് വരയ്ക്കുന്നതെങ്കിൽ നീളം കാണും, ഹൈറ്റ് കാണത്തില്ല. വീതി എത്രയായിട്ട് കൊടുക്കും? നമ്മൾ 20 ആയിട്ട് കൊടുക്കും. ആ 20 നിന്ന് തന്നെ 10ഓളം ഭാഗം ചുമരിൻ്റെതാണ്. ബാക്കി 10 ആണ് എന്ത് വരുന്നത്? ടോട്ടൽ വിൻഡോയുടെ തിക്നെസ് ആയിട്ട് വരുന്നതെന്ന് മനസ്സിലാക്കാം. ക്ലിയർ? ഇത് മുന്നേ ഡിസ്കസ് ചെയ്തതാണ് പ്ലാനിന്റെ കാര്യം. ജസ്റ്റ് ഇവിടെ ഇത് പറയുമ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു വന്നേ ഉള്ളൂ. അപ്പോൾ 150 നീളവും 150 ഹൈറ്റുള്ള വിൻഡോ, 3 പാളി വിൻഡോ. ദെൻ ഇവിടെ വരുമ്പോഴോ 2 പാളി വിൻഡോ, 100 നീളം, ഹൈറ്റ് 150 തന്നെ. ക്ലിയർ അല്ലേ? ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ട്രിം എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഈ ഒരു റെക്റ്റാങ്കിൾ ഭാഗമാണ് ശരിക്കും എനിക്ക് വേണ്ടത്. ഇവിടെയും ഈ ഭാഗമാണ് വേണ്ടത്. അപ്പൊ നമ്മൾ ട്രിം ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കളയല്ലേ ചെയ്യുക. അങ്ങനെ ചെയ്യണമെന്നില്ല. റെക്റ്റാങ്കിൾ എടുക്കുക, ഈ കോർണറിന് ഈ കോർണറിലേക്ക് ഒന്ന് വരച്ചു കൊടുക്കുക. അതുപോലെ വീണ്ടും റെക്റ്റാങ്കിൾ എടുക്കുക, ഈ കോർണറിന് ഈ കോർണറിലേക്ക് വരക്കുക. then ഇതിനെ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് വിൻഡോ വെക്കാനുള്ള ഓപ്പണിംഗ് ആണ്. അതായത് വിൻഡോ പ്ലേസ് ചെയ്യാനുള്ള കല്ലിന്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമാണ് ഇത്. ഇവിടെയാണ് നമ്മൾ ഇനി വിൻഡോ ക്രിയേറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഇതിന്റെ ഒരു കോപ്പി എടുക്കാം. ആദ്യം 3 പാളി വിൻഡോ ഡിസൈൻ ചെയ്ത് കാണിക്കാം. ഇതിനൊരു കോപ്പി എടുക്കാം. ഓഫ്സെറ്റ് ചെയ്യാണ്. വിൻഡോയുടെ താഴേക്കുള്ള അളവ് നമ്മൾ കൊടുക്കുന്നത് 8 സെന്റിമീറ്റർ താഴേക്ക് കൊടുത്തു. ശ്രദ്ധിക്കണം, പുറത്തേക്കല്ല, ഇവിടുന്ന് താഴേക്കാണ് 8 സെന്റിമീറ്റർ ഓഫ്സെറ്റ് ചെയ്തത്. ഇതിന് ശേഷം ചെയ്യേണ്ടത് ഒരു ലൈൻ എടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനെ 3 ആയിട്ട് ഭാഗിക്കാൻ, 3 തുല്യ ഭാഗങ്ങളാക്കാൻ ഡിവൈഡ് അല്ലേ ചെയ്യാറ്. നമ്മൾ DIV എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തു. ഈ ലൈൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്പർ ഓഫ് സെഗ്മെന്റ്സ് എന്ന് ചോദിക്കുമ്പം 3 കൊടുത്ത് എൻ്റർ ചെയ്യും. ഇവിടെ നമുക്കറിയാം പോയിന്റ് വന്നിട്ടുണ്ട്. ഇത് മുന്നേ ഞാൻ ഉപയോഗിച്ചത് കൊണ്ട് പോയിന്റിന്റെ സ്റ്റൈലൊക്കെ മാറ്റിയത് കൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഫസ്റ്റ് ടൈം ഉപയോഗിക്കുമ്പോൾ ഈ പോയിന്റ് വരത്തില്ല. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യണം? P ടൈപ്പ് എന്ന് ടൈപ്പ് ചെയ്യണം. P ടൈപ്പ് ചെയ്തിട്ട് ആവശ്യമുള്ള ഒരു പോയിന്റ് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. അപ്പോഴാണ് ആ ഒരു സ്റ്റൈൽ ഇവിടെ വരുന്നത്. അപ്പൊ നമ്മൾ ഇതൊരു ലൈൻ എടുത്തിട്ട് ഇങ്ങനെ വരക്കുകയാണ്. ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ വരച്ചു. അപ്പോ ഈ ഭാഗം കട്ടിലയാണ്, ഇതും കട്ടിലയുടെ ഭാഗം തന്നെയാണ്. ശ്രദ്ധിക്കുക, 3 പാളി ആവുമ്പോൾ ഇവിടെ ഇപ്പം 8 അല്ലേ കൊടുത്തത്. ഇപ്പൊ ഇതിനെ 4 ഓഫ്സെറ്റ് ചെയ്യാണ്. 4 4 4 4 4. ഞാൻ ഈ നടുക്കുള്ള ലൈൻ ഡിലീറ്റ് ചെയ്യണം. ശ്രദ്ധിക്കേണ്ട കാര്യം, സ്വാഭാവികമായിട്ട് ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും നടുക്ക് കുറവും 2 സൈഡിലും ഒരുപോലെ ആയിരിക്കും. അതിന്റെ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ഈ ആദ്യം സെന്ററിൽ വരച്ച പോയിന്റ് നിന്ന് താഴേക്ക് വരച്ച ലൈനിൽ നിന്നും 4 ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യുന്നു. അതുപോലെ ഇവിടെയും ഒരു ലൈൻ വരച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും 4 ഇടത്തോട്ട് ഓഫ്സെറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവിടുന്നും ഓഫ്സെറ്റ് വരുന്നു, ഇവിടുന്ന് ഓഫ്സെറ്റ് വരുമ്പം സ്വാഭാവികമായിട്ടും ഇതിന്റെ ഉള്ളിൽ അളവ് കുറയും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ നമുക്ക് 3ഉം തുല്യമായിട്ട് കിട്ടണം. അതിനെന്താ വഴി? അതിനുള്ള വഴിയാണ് ഇനി പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ ഡിവൈഡ് ചെയ്താൽ എന്താ എറർ എന്നുള്ളതാണ് ഞാനിപ്പോ കാണിച്ചു തന്നത്. ഇനി കാണിക്കുന്ന മെത്തേഡാണ് കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്.
ഓക്കെ, അത് നോക്കാം. നമ്മൾ ഈ ലൈൻ വരച്ചത് വരെ ഓർമ്മിച്ച് വെക്കുക. റെക്റ്റാങ്കിൾ ഓഫ്സെറ്റ് ചെയ്ത് 8 കൊടുത്തു, ശേഷം അതിന്റെ മുകളിലൂടെ ലൈൻ വരച്ചു. സെറ്റല്ലേ? ഇതിന് ശേഷം ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യരുത്, പകരം ഈ 8ന്റെ പകുതിയായ 4ലേക്ക് ഈ സൈഡ് സ്ട്രെച്ച് ചെയ്യുക. അതുപോലെ ഇവിടെയും 4 സ്ട്രെച്ച് ചെയ്യുക. ശ്രദ്ധിക്കണം, ഇതെത്രയാണോ കൊടുക്കുന്നത് അതിന്റെ പകുതി ഇങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യുക, ഇങ്ങോട്ടും സ്ട്രെച്ച് ചെയ്യുക. അപ്പൊ ഇത് 8 അല്ലേ? അപ്പൊ ഈ ലൈൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊടുത്തിട്ട് 4 എന്ന് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊടുത്തിട്ട് 4 കൊടുക്കുക. ക്ലിയർ? ഈ 4 സ്ട്രെച്ച് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ഡിവൈഡ് ചെയ്യേണ്ടത്. DIV. ഈ ലൈനെ ഡിവൈഡ് ചെയ്യുക. നമ്പർ ഓഫ് സെഗ്മെന്റ് 3. ക്ലിയർ? ഇനി ലൈൻ എടുത്ത് വരക്കാം. വരച്ചതിന് ശേഷം ഈ എക്സ്ട്രാ വന്ന ഭാഗമില്ലേ, ഈ ലൈൻ അടക്കം നമുക്ക് ഡിലീറ്റ് ചെയ്യാം. എക്സ്ട്രാ വന്ന ഭാഗം ഡിലീറ്റ് ചെയ്യാൻ നിൽക്കണ്ട, മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്തേക്ക്. ക്ലിയർ? ഇനി ഈ പോയിന്റിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാം. ദെൻ ഓഫ്സെറ്റ് എടുക്കുക. 8 അപ്പൊ 4 കൊടുക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തു, ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തു, ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തു, ഇവിടുന്ന് ഇങ്ങോട്ട് കൊടുത്തു. ക്ലിയർ അല്ലേ? ഇതിനെ ഡിലീറ്റ് ചെയ്യുക, ഇതിനെ ഡിലീറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? ഞാൻ ഇതൊന്ന് ലീനിയർ ഡയമെൻഷൻ എടുത്തിട്ട് ഒന്ന് അളന്ന് നോക്കട്ടെ. കണ്ടോ? ഒരുപോലെ ആയിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഇങ്ങനെ വരാനാണ് ഇത് നമ്മൾ ചെയ്തത്. ഇനി ചെയ്യേണ്ടത് ഈ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദെൻ കട്ടില ആയിട്ടുണ്ട്. ദെൻ ഇതിന്റെ ഉള്ളിൽ ഡോർ ഉണ്ടാവുമല്ലോ, ജനലിന് കട്ടില ഉണ്ടാവും, ഏറ്റവും ഔട്ടർ ഭാഗങ്ങളും ഉണ്ടാവും, പിന്നെ തുറക്കുന്ന ഭാഗമായ ഡോറും ഉണ്ടാവും. ആ ഡോർ എങ്ങനെ ചെയ്യാം? നിങ്ങൾക്ക് ഈ ഭാഗത്തിനെ ലൈന് ജോയിൻ ചെയ്യാം. ജെ അടിച്ച് എൻ്റർ ചെയ്താൽ നിങ്ങൾക്കറിയാം ഇതിനെല്ലാം ചേർത്ത് ജോയിൻ ആക്കാം. റെക്ടാങ്കിൾ പോലെ, അതായത് പോളിലൈൻ ആയി, സിംഗിൾ ആയി നിർത്താം. ഓഫ്സെറ്റ് 5 കൊടുക്കുക ഉള്ളിലേക്ക്. ഇപ്പൊ നോക്കിയാൽ എന്താ മനസ്സിലാവുക? ഇത് കട്ടില, ഈ ഭാഗം ഡോറിന്റെ ഫ്രെയിം, ഈ ഭാഗം ഗ്ലാസ്. സിമ്പിൾ ആയിട്ടായി. ഇനി നമുക്ക് മോർ ഡിസൈൻസ് ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ലൈൻ ഇട്ടിട്ട് ഇങ്ങോട്ട് കൊടുക്കുക. ടു ഗുഡ്, അടിപൊളി. അപ്പൊ ഇത് 5 ആയതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 2.5 2.5 ഇട്ടിട്ട് 5 ആക്കാം. അല്ലെങ്കിൽ എന്താക്കാം? 5ൽ കുറവായ ഒരു വാല്യൂ കൊടുക്കുക. ഞാനിപ്പം എടുക്കുന്ന വാല്യൂ 3 ആണ് ടോട്ടലി. 1.5 1.5 വെച്ച് ഇങ്ങനെ ഓഫ്സെറ്റ് ചെയ്താൽ മതി രണ്ട് സൈഡിലേക്കും. 1.5 ഡിലീറ്റ് ചെയ്യാം. ദെൻ ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ട് ഒരു നിശ്ചിത അളവ് എടുക്കുന്നുണ്ട്. അളവെല്ലാം നിങ്ങൾക്ക് ചുമ്മാ എടുക്കാം. നിങ്ങളുടെ ഡിസൈൻ ഇതുപോലെയാണ്. ഞാനൊരു ലൈൻ ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ. ലൈൻ ഇട്ട് കൊടുക്കാൻ കാരണം മനസ്സിലാക്കുക, ഇതിനെ ഞാൻ ഓഫ്സെറ്റ് ചെയ്ത് റെക്ടാങ്കിൾ ആയതുകൊണ്ട് മൊത്തത്തിലാണ് വരിക. അപ്പൊ ഒരു ലൈൻ ആക്കിയിട്ട് എന്ത് ചെയ്യുക? ഇതിന്റെ മേലെ വരച്ച് പിന്നീട് ആ ലൈൻ ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓഫ്സെറ്റിൽ ഞാനൊരു 40 ആണ് കൊടുക്കുന്നത്. ഇതൊരു 40 കൊടുത്ത് ഇങ്ങനെ വെച്ചു. ഇനി ഈ ലൈനെ ഡിലീറ്റ് ചെയ്യാം. ഈസി അല്ലേ? അപ്പൊ ഇത് 3 ആയതുകൊണ്ട് ഇതുപോലെ ഇവിടെയും കൊടുക്കുക. ഓക്കെ, ഇതിനെ ഡിലീറ്റ് ചെയ്യുക, ഈ ഭാഗം ഡിലീറ്റ് ചെയ്യുക. ഇനി ശ്രദ്ധിക്കണം, ഈ ഔട്ടർ ഭാഗമാണ് ഡോറ്. ഇത് ഡോറിന്റെ ഉള്ളിൽ വരുന്ന ഡിസൈൻസ് ആണ്. ദെൻ ട്രിം ചെയ്യുക, ഇതിലേക്ക് ചേർത്ത് ട്രിം ചെയ്യുക. ശ്രദ്ധിക്കണം, ചേർത്ത് ട്രിം ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെ എന്ത് ചെയ്യുക? ശ്രദ്ധിച്ച് ട്രിം ചെയ്യുക. അപ്പൊ എന്തായി? അത്യാവശ്യം ഡിസൈനിലൊരു ഡോറായി. ഓക്കെ, ദെൻ നമുക്ക് ഇതിങ്ങോട്ട് ഇതേപോലെ റിപ്പീറ്റ് ചെയ്ത് വരക്കണ്ട, കുറെ ടൈം എടുക്കൂലേ? അപ്പൊ നമുക്ക് ഇത് മൊത്തം സെലക്ട് ചെയ്യാം, കോപ്പി. ദെൻ ഈ ഒരു ബേസ് പോയിന്റ് പിടിക്കുക, ഇവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക, എൻ്റർ ചെയ്യുക. ക്ലിയർ അല്ലേ? ഇതിന്റെ കുറച്ചും കൂടെ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഹാച്ച് എടുക്കുക. നിങ്ങൾക്കറിയാം, ഹാച്ചിൽ കളർ മാത്രം, സിംഗിൾ കളർ മാത്രം വെച്ച് ഫില്ല് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്നത് എന്താ?
സോളിഡ് എന്നല്ലേ? ഡബിൾ കളർ ആണെങ്കിൽ ഗ്രേഡിയന്റ്, സിംഗിൾ കളർ ആണെങ്കിൽ സോളിഡ്, ഡിസൈൻസ് ആണെങ്കിൽ പാറ്റേൺ അല്ലേ? ഇവിടെ നമുക്ക് എന്താക്കാം? സോളിഡ് എടുക്കാം. ഈ സോളിഡ് എടുക്കുമ്പോഴും സെലക്ട് ഒബ്ജക്റ്റ് എന്ന് വരുന്നത് എന്തുകൊണ്ടാ? ഇവിടെ നമ്മൾ മുന്നേ സെലക്ട് ബൗണ്ടറി ഒബ്ജക്റ്റ് ഉപയോഗിച്ചത് കൊണ്ടായിരിക്കും. പിക് പോയിന്റ് എടുക്കണം. ഓക്കെ, പിക് പോയിന്റ് എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കളർ മാറ്റാം. ഞാനിപ്പോ ഇതെടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, എൻ്റർ അടിക്കുക, വീണ്ടും എൻ്റർ അടിച്ച് ഹാച്ചിലേക്ക് വരിക, കളർ ഞാനൊന്ന് ചേഞ്ച് ചെയ്യാണ്. കണ്ടോ? റെഡി. ഈസി അല്ലേ? ഇനിയിപ്പോ ഒരു ഗ്ലാസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഒരു കൂളിംഗ് ഗ്ലാസ് പോലെ ഒരു ടൈപ്പ് ഒക്കെയാണ് ഗ്ലാസ് വേണ്ടതെങ്കിൽ അതിന് ഗ്രേഡിയന്റ് എടുത്താൽ മതി കേട്ടോ. ഡബിൾ കളർ കോമ്പിനേഷൻ ആണ്. ഗ്രേഡിയന്റ് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. ഇപ്പൊ ഞാനിപ്പോ ഉപയോഗിക്കുന്ന ഒരു കളർ എന്ന് പറഞ്ഞാൽ ഇതാന്ന് വിചാരിക്കും. രണ്ടാമത്തത് ഒരു വൈറ്റ് പോലത്തെ കളറാണെന്ന് വിചാരിക്കും. അതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതെടുത്ത് രണ്ടും ഒരുപോലെയാണ് കേട്ടോ. ഡിഫറെന്റ് കോമ്പിനേഷൻസ് എടുക്കുക. കണ്ടോ? ഈസി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. കളറൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ മോർ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. പക്കാ റിയലിസ്റ്റിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം 3D ചെയ്യണം. ഓക്കെ, 3D ഒക്കെ നമ്മൾ ഇതിനകത്ത് വരുന്നുണ്ട്. ഓട്ടോകാഡ് കഴിഞ്ഞ ഉടനെ നമുക്ക് 3ds മാക്സും അതുപോലെ ബാക്കി 3D സോഫ്റ്റ്വെയർസിന്റെ ഒക്കെ ട്യൂട്ടോറിയൽസ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാം നമുക്ക് സെറ്റ് ആക്കാം. ഓക്കെ, എല്ലാവരുടെയും കട്ട സപ്പോർട്ട് ആവശ്യമുണ്ട്. ഓക്കെ, എല്ലാവരും വാച്ച് ചെയ്യുക, കമന്റ് പറയുക, സെറ്റ് ആക്കുക കേട്ടോ. ഒത്തുചേർന്നാൽ നമുക്ക് എല്ലാം കൂടെ സെറ്റാക്കി റെഡിയാക്കി എടുക്കാം. അപ്പൊ നോക്കൂ, ഇങ്ങനെയാണുള്ളത്. അതെന്ത് ചെയ്യാ? കോപ്പി. ഇവിടെ വരച്ചു, എൻ്റർ ചെയ്യുക, ഇത് ഡിലീറ്റ് ചെയ്യുക. വീടിന് പെയിന്റ് ഇല്ല, ജനലിന് പെയിന്റ് ഉണ്ട് അല്ലേ? ജനലിന് കളർ ഉണ്ടല്ലേ? വീടിനൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, രണ്ട് പാളിയാണെങ്കിലോ ഇതുപോലെ ചെയ്യാം. ഒരു കോപ്പി എടുത്തോ, ഓഫ് സെറ്റ് എടുത്തോ, 8 ഉള്ളിലേക്ക് കൊടുത്തോ, സെറ്റ്. ഓക്കെ, ഇതിപ്പോ 8 എന്ന് ഒരു ബട്ടനെ കൊടുക്കണം എന്നല്ല, 5 to 8 എന്നുള്ള രീതിയിലാണ് കോമൺലി പറയാറ്. അത്യാവശ്യം ഒരു തിക്നെസ് വേണ്ടതുകൊണ്ട് 8 കൊടുക്കുന്നതാണ് കേട്ടോ. കഞ്ചൊക്കെ ആകുമ്പോൾ വളരെ ചെറുതായി പോകത്തില്ലേ? അതുകൊണ്ട് 5 to 8 ഒക്കെയാണ് റേഞ്ച് വരുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു 8 സെന്റിമീറ്റർ ഞാൻ കൊടുത്തു വന്നതാണ്, കുറച്ചുകൂടി തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി. ദെൻ ഇവിടെ ലൈൻ എടുത്തിട്ട് ഒരു സെന്ററിലുള്ള ലൈൻ ഇട്ടാൽ മതി. ഇതിന് ഡിവൈഡ് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, രണ്ടെണ്ണല്ലേ ഉള്ളൂ, മിഡ് പോയിന്റ് കിട്ടുമല്ലോ. ക്ലിയർ? ഇവിടെ ഓഫ്സെറ്റ് എടുത്തിട്ട് എന്ത് ചെയ്യാം? 4 4 അങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്താൽ പോരെ. 4 ഇങ്ങോട്ടും 4 ഇങ്ങോട്ടും ചെയ്തിട്ട് നടുക്കുള്ള ലൈനെ കളഞ്ഞിട്ട് ട്രിം ചെയ്താൽ മതി. ഈസി അല്ലേ? ഇതിനെ ജോയിൻ ചെയ്യാം പഴയതുപോലെ തന്നെ. ഈസി. ഓഫ്സെറ്റ് അറിയാലോ, 5 ഉള്ളിലേക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ കൊടുക്കാം. ഇത് ഡിസൈൻ വേണമെങ്കിൽ ഡിസൈൻ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? പ്ലെയിൻ ആയിട്ട് വിടുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് സെലക്ട് ചെയ്ത് കോപ്പി എടുക്കുക. റെഡി. ഹാച്ച് എടുത്തു. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ലാസ്റ്റ് നമ്മൾ എടുത്ത കളർ, ഈ മഞ്ഞയില്ലേ, അത് എന്തായാലും ഇവിടെ കിട്ടും. ഓക്കെ, ഈ ഫസ്റ്റ് എടുത്ത കളർ ഇതിൽ ഏതാന്ന് ഇപ്പൊ എങ്ങനെയാ മനസ്സിലാക്കുക? കൺഫ്യൂഷൻ ആയില്ലേ? അപ്പൊ ഒരു വഴിയുണ്ട്, പേടിക്കണ്ട. തൊട്ടു മുന്നേ ഉപയോഗിച്ച ഒരു ഹാച്ചിന്റെ ഹാച്ച് കൺസെപ്റ്റ്, ഹാച്ച് അതായത് ഡിസൈനോ കളറോ ഗ്രേഡിയന്റോ എന്തോ ആവട്ടെ, തൊട്ടു മുന്നേ ഉപയോഗിച്ച സംഭവം നമുക്ക് ഇതിലേക്കൊന്ന് മാച്ച് ചെയ്യാൻ പറ്റും. അതിന് മാച്ച് പ്രോപ്പർട്ടി ഒന്നല്ല, ഹാച്ചിനകത്തൊരു ഓപ്ഷൻ ഉണ്ട്. ഹാച്ചിനകത്തൊരു മാച്ച് പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ പറയുന്നത് മാച്ച് പ്രോപ്പർട്ടി അല്ല എന്ന് പറഞ്ഞാൽ സാധാ MA അടിച്ച് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടി ഇല്ലേ, ആ പ്രോപ്പർട്ടി അല്ല. ഹാച്ചിന്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു മാച്ച് പ്രോപ്പർട്ടി ഉണ്ട്, അതന്നെ എടുക്കണം. മാച്ച് പ്രോപ്പർട്ടി എടുക്കുക, എന്നിട്ട് ഈ ഹാച്ചിനൊന്ന് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് എവിടെയാ വേണ്ടത് വെച്ചാൽ അതിനെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാം. ഒന്നുകൂടെ വീണ്ടും ഹാച്ച് എടുക്കുക, മാച്ച് പ്രോപ്പർട്ടി എടുക്കുക, ഇതാ ഈ ഹാച്ചിനെ ക്ലിക്ക് ചെയ്യുക, ഇവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യുക. സെറ്റ് അല്ലേ? ക്ലിയർ? അപ്പൊ നമുക്ക് അങ്ങനെ കളർ ചെയ്താന്ന് മറന്നു പോയാലും കുഴപ്പമൊന്നുമില്ല. ഈസി ആയിട്ട് മാച്ച് പ്രോപ്പർട്ടി വെച്ച് നമുക്കത് ഡിസൈൻ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഹാച്ച് മാച്ച് പ്രോപ്പർട്ടി, ദെൻ കോപ്പി എടുത്ത് വെക്കുക.
ഈസി അല്ലേ? ഇന്ന് ഡിലീറ്റ് ചെയ്യാം. അപ്പൊ ഇന്ന് നമുക്ക് വിൻഡോയുടെ ഡിസൈൻ മതി. ഓക്കെ, നാളെ നമുക്ക് എന്ത് ചെയ്യാം? ഡോറിന്റെ ഡിസൈനും ബാക്കിയുള്ള കംപ്ലീറ്റ് ഡിസൈൻ ഒന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, ഞാനൊരു ക്ലാസ്സിൽ കുറച്ചേ പറയുന്നുള്ളൂ, അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചു വരാനാണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് ഈ ഡിസൈൻ അല്ലാണ്ട് വേറെ പുതിയ ഡിസൈൻസ് വരക്കണം എന്ന് ആഗ്രഹമുള്ളവർ, വേണം എന്ന് ആഗ്രഹമുള്ളവർ കമന്റ് ചെയ്യുക. അതായത് ഈ ഒരു ഡിസൈൻ അല്ലാണ്ട് മോർ ഡിസൈൻസ് ഞാൻ വരച്ച് കാണിക്കണം എന്ന് ആഗ്രഹമുള്ളവർ കമന്റ് സെഷനിൽ പറയാ. നെക്സ്റ്റ് ഡേ ഇതിന്റെ കൂടെ അതുകൂടെ നമുക്ക് വരച്ച് സെറ്റ് ആക്കാം. അപ്പോൾ ഒന്നിച്ച് നിന്നാൽ നമുക്ക് എല്ലാവർക്കും സെറ്റ് ആക്കാം ക്ലാസ്സുകൾ. ഓക്കെ, അപ്പൊ പിന്നെ ഇനി ഇത്രേ പറയാനുള്ളൂ. പതിവ് പോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. നാളെ കാണാം. ബൈ ബൈ.